സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില കേരള പ്രൈസ് മണി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കറിയാം, ഏകദേശം സുഗന്ധഗിരിയിലെ വയനാട് ജില്ലാ എ ഡിവിഷൻ മുതൽ നിരവധി ജില്ലയ്ക്കകത്തും പുറത്തുമായി നിരവധി ഫുട്ബോൾ മൈതാനങ്ങളിൽ കളിച്ച ടീം ആ ലെവലിലും നമുക്ക് പല സ്ഥലങ്ങളിലുമായിട്ടും നിരവധി ഫുട്ബോൾ മൈതാനങ്ങളിൽ ഫ്ലഡ് ലൈറ്റ് കളി കാണുകയും അതേപോലെ തന്നെ കളിക്കുകയും ചെയ്ത നമുക്ക് ഏറ്റവും വലിയൊരു ചിരകാല സ്വപ്നമായിരുന്നു സുഗന്ധഗിരിയിൽ ഒരു ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള നടത്തുക എന്നുള്ളത്. അതിന് നമുക്ക് ഈ ടൂർണമെന്റ് നടത്താൻ നമ്മളോട് സഹകരിച്ച ബഹുമാന്യനായ സജിയേട്ടൻ, നിങ്ങൾക്കറിയാം KKB ചാരിറ്റബിൾ ട്രസ്റ്റ് നിരവധി നിർധനരായ ആളുകളെ സഹായിക്കുകയും അവർക്ക് എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ എത്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങളും എല്ലാം തന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ നമ്മളിവിടെ അഖില കേരള ഡേയിൽ ഒരു ടൂർണമെന്റ് നടത്തുമ്പോൾ അദ്ദേഹം ഇതിനു വേണ്ട സ്പോൺസർഷിപ്പ് നമുക്ക് തരികയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അടുത്ത് നമുക്ക് ഒരു ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതിന്റെ മുന്നോടിയായി നമ്മൾ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. അതാണ് ഏറ്റവും വലിയൊരു സത്യസന്ധമായ കാര്യം. പിന്നെ ഈ ടൂർണമെന്റിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാന്യനായ മുഹമ്മദ് റാഫി അവർകൾ ഈ ഒരു റംസാൻ മാസ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വ്രതമെടുത്തുകൊണ്ട് അവരുടെ നിസ്കാര സമയത്ത് പോലും ഈ ഒരു ഫുട്ബോളിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ച് എത്ര തിരക്കുള്ള ഒരു മനുഷ്യനായാൽ പോലും നമ്മളെ കൂടെ നിന്നതിന് എല്ലാവരും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ഒരു ഉദ്ഘാടകനെ കിട്ടുക എന്നുള്ളതല്ല, ഈ ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയ അദ്ദേഹം ഈ സുഗന്ധഗിരിയുടെ മണ്ണിൽ എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. കാരണം ആദിവാസി മേഖലകളായ ഈ സുഗന്ധഗിരിയിലെ മുഹമ്മദ് റാഫി ഖാനെ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും കാണുന്നത്. കാരണം TV കാണുകയും അതേപോലെ നമ്മൾ എല്ലാ സ്പോർട്സ് മാസികകളിലും അങ്ങനെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അത് നേരിട്ട് കാണാൻ കിട്ടിയ ഒരു സൗഭാഗ്യമാണ് സുഗന്ധഗിരിക്കാർക്ക് ഉള്ളത്. അതുകൊണ്ട് ബഹുമാനനായ മുഹമ്മദ് റാഫിക്ക അദ്ദേഹത്തിനെ ആദ്യമായി ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പൊടുതന ഗ്രാമപഞ്ചായത്തിന്റെ വികസന നായികയായ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന നമ്മുടെ കുഞ്ഞനുജത്തി കുമാരി അനസ് റോസ്ന ഷെഫീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം സുഗന്ധഗിരിയെ സംബന്ധിച്ചിടത്തോളം, ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം, ഈ മേഖലയിൽ നിന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തന്നിരിക്കുന്നത്. അതും ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞനുജത്തി. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു പരിപാടി, എന്തൊരു പരിപാടി നടത്തിയാലും നമ്മളെ കൂടെ നിന്ന്, നമ്മളെ പഞ്ചായത്തിന്റെ ആവശ്യമാണെങ്കിലും നമ്മളെ ക്ലബിന്റെ ആവശ്യമായാലും ഏതൊരു കാര്യത്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന ബഹുമാനീയനായ പൊടുതന ഗ്രാമപഞ്ചായത്തിന്റെ വികസന നായിക കുമാരി അനസ് റോസ്ന ഷെഫിക്ക് എന്റെ പേരിലും ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ പൊടുതന ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡ് മെമ്പർ ബഹുമാനീയനായ സുധാ അനിൽ, ഒരു സ്വാഗതം പറയുക ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. കാരണം സുഗന്ധഗിരി രാവും പകലും ഈ ഗ്രൗണ്ടിന്റെ ഉള്ളിൽ കൂടെ ഓടി നടക്കുകയും ക്ലബിന്റെ അകത്തും പുറത്തുമായിട്ട് ഫുൾ ടൈം നമ്മളെ കൂടെ നിൽക്കുന്നതാണ്. അവരെ ക്ഷണിച്ചിട്ടല്ലാതെ അവര് ഫുൾ ടൈം കൂടെ നിൽക്കുന്ന ആ സുധാ അനിലിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഭർത്താവ് അനിൽ ഉണ്ടാവും. അനിലിന്റെ കൂടെ നിഴല് പോലെ തന്നെ സുധയുമുണ്ട്. ഈ ക്ലബിന്റെ വികസനത്തിനും ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് എല്ലാവരുടെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ, നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, എല്ലാ മേഖലകളിലും പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ എന്നാ വിളിക്കുക. ഒരു മുതിർന്ന ആളെ പോലും
ഒരു നല്ല രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട് ഈ ടൂർണമെന്റ് ഫുട്ബോളിനോട് അധികം താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി കലാപരമായിട്ടാണ് അദ്ദേഹം സുഗന്ധഗിരിയിൽ തിളങ്ങി നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് വേറൊരു കഴിവുണ്ട്. പിന്നെ സിനിമാ രംഗത്താണെങ്കിലും പിന്നെ കഥാരംഗത്താണെങ്കിലും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സജിയേട്ടൻ. സജിയേട്ടനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹത്തിന് എങ്ങനെ സ്വാഗതം പറയാ, അദ്ദേഹമാണ് ഈ ടൂർണമെന്റ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ രാവും പകലും ഇല്ലാത്ത കഷ്ടപ്പാടാണ് ഈ ടൂർണമെന്റ് ഈ ഒരു അവസ്ഥയിൽ. ഇന്നലെയൊക്കെ 2-3 മണിക്കാണ് അദ്ദേഹം വീട്ടിൽ പോണത്. ഒരുപോലെ കണ്ണുപോലും അടയ്ക്കാതെ രാവിലെ പുലർച്ചയ്ക്ക് 6 മണിക്ക് വീണ്ടും ഈ ഗ്രൗണ്ടിലെത്തി. അദ്ദേഹം അത്രയും നല്ല രീതിയിൽ ഈ പിന്നെ സ്പോർട്സിനെ സ്നേഹിക്കുകയാണ് ഇപ്പോ. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവരുടെ പേരിലും ഈ ടൂർണമെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ഹാർദരമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രവീൺ സാർ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. DFAന്റെ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ് പ്രവീൺ സാറ്. കാരണം സുഗന്ധഗിരിയിൽ ഈ ഫുട്ബോൾ ടീം SFT സുഗന്ധഗിരി എന്ന് പറഞ്ഞിട്ട് ഒരു രൂപകൽപ്പന ചെയ്ത് അദ്ദേഹത്തിന്റെ അച്ഛനുള്ള കാലത്ത് തുടങ്ങിയ ഒരു ക്ലബ്ബാണിത്, സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അദ്ദേഹം കളിച്ചു, അദ്ദേഹത്തിന്റെ മക്കളെ കളിപ്പിച്ചു. ഒരു ടീമില് 4 മക്കളും അച്ഛനും മക്കളും ഒരു ടീമിൽ കളിച്ച ഏക ഒരു കുടുംബമാണ് നമ്മുടെ പ്രവീൺ സാറ്. ആ ടീമിന്റെ ഒരു ടീമിന് ഈ ടീമിനോടുള്ള സ്നേഹം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനും പ്രവീൺ സാറൊക്കെ ഒരുമിച്ച് കളിച്ചതാണ്. അപ്പൊ അതേപോലെ ഈ ടീമിന് ഇന്നും മൂപ്പര തിരക്കിന്റെ ഇടയിലും ഈ ടീമിന് എല്ലാ കാര്യത്തിനും, അതേപോലെ ജില്ലാ ലീഗില് കളിക്കാൻ എല്ലാ റിസ്ക് എടുത്തിട്ട് കയ്യിൽ നിന്ന് പണം, നമുക്കറിയാം ഈ സുഗന്ധഗിരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പൈസ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലൊക്കെ വരുമ്പോഴും കയ്യിൽ നിന്ന് പൈസ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പ്രവീൺ സാറ്. വീട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മാറി താമസിക്കുകയാണ്, കുടുംബമായിട്ട് വേറെ. എന്നാലും അദ്ദേഹത്തിന് ഫുൾ മേൽവിലാസം സുഗന്ധഗിരിയുടെ പേരിലാണ്. അദ്ദേഹത്തിന് സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷൈൻ സാറ് പോലീസിലാണ്. അദ്ദേഹം ഇവിടെ ജനിച്ചു വളർന്നു, ഇപ്പൊ മീനങ്ങാടിയിൽ താമസം മാറി. കാരണം ഷൈൻ സാറെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കും. ഇന്നലെ അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ തിരക്കുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് എത്താൻ പറ്റുമോ എന്ന് പോലും അറിയാതെ ഇന്നലെ രാത്രി 11 മണിക്ക് സജിയേട്ടനുമായി സംസാരിച്ച് പിരിഞ്ഞു. ഇന്നത് അവിടെ എത്തി. അദ്ദേഹത്തിന് ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ആശംസിക്കുകയാണ്. അതുപോലെ ഈ ട്രസ്റ്റിന്റെ കൗൺസിലർ കോഴിക്കോടുകാരനാണ് ടോം പി തോമസ്. അദ്ദേഹത്തിന് എല്ലാവർക്കും പരിചയമില്ല, എന്നാലും പറയാണ് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ തീർക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ ടൂർണമെന്റിലേക്ക് എത്ര രൂപ ചെലവാക്കണം അദ്ദേഹത്തിനും അറിയില്ല, നമുക്കും അറിയില്ല. ഇത് ഏത് രീതിയിലാണ് എങ്ങനെ പോകുമെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ മുഖം കണ്ടാൽ തന്നെ അറിയാം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും പൈസ മുടക്കി ഗാലറി വരെ കെട്ടി ആദ്യമായിട്ട് ഒരു ടൂർണമെന്റ് നടത്തുമ്പോൾ ഇതിന്റെ സാമ്പത്തിക സ്ഥിതി എവിടെ എത്തുമെന്ന് ആർക്കും അറിയില്ല. എന്നാലും ഇനിയിപ്പോ എല്ലാരും പറയുന്ന ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും വലിയൊരു ഇനി ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും ഈ ടൂർണമെന്റ് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞത്. എനിക്കിനി ലോൺ കിട്ടൂല, കാരണം ഞാൻ ഓൾറെഡി ലോൺ എടുത്തിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ വരുമ്പോ അപ്പൊ കൗൺസിലർ നല്ല ടെൻഷൻ അടിക്കുന്നുണ്ട്. പക്ഷെ ടെൻഷൻ അടിക്കണ്ട. ഇന്ന് ഈ ഒരു വർഷം നമ്മൾ എല്ലാ ടൂർണമെന്റിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ വർഷം ടൂർണമെന്റ് നടത്തുമ്പോൾ വലിയ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ട. അത് സജിയേട്ടൻ ആദ്യമേ പറഞ്ഞു. കാരണം എല്ലാം അറിയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഈ ടൂർണമെന്റ് നടത്തിയേ പറ്റൂ എന്ന് കൗൺസിലറോട് അവതരിപ്പിക്കുകയും കൗൺസിലർ നമ്മളെ കൂടെ നിന്ന് ഒരു രൂപ പിരിക്കണമെങ്കിൽ പോലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. രാവും പകലും ഇല്ലാതെ ഈ ടൂർണമെന്റിന് വേണ്ടി സഹകരിക്കുകയും ഈ ട്രസ്റ്റിന്റെ വിജയത്തിന് വേണ്ടി കൂടെ നിന്ന നമ്മുടെ കൗൺസിലർ ടോം ഹൗസിന് ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ടൂർണമെന്റ് കമ്മിറ്റിയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം ട്രസ്റ്റിന്റെ ഭാരവാഹികൾക്കും സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അംഗങ്ങൾക്കും ടൂർണമെന്റ് കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ
വിട്ടുപോയി, എനിക്ക് പേരറിയില്ല. പിന്നെ മുഹമ്മദ് ഖാന്റെ കൂടെ വന്ന ആള്. എന്തായാലും അദ്ദേഹത്തെ കൂട്ടി ഞങ്ങളെ മണ്ണിൽ കാലെടുത്ത് വെച്ച നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതി വരാത്തത് കൊണ്ട് സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ എല്ലാവിധ ആശംസകളും നേർന്നതോടൊപ്പം ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി പൊടുത്തന ഗ്രാമപഞ്ചായത്തിന്റെ വികസന നായികയായ കുമാരി അനസ് റോസ്ന സ്റ്റെഫിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ മുഹമ്മദ് റാഫി, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്കറിയാം ജാതിമതഭേദമന്യേ മനുഷ്യരെ എല്ലാവരെയും ഒന്നിപ്പിച്ചിരുത്തുന്ന ചില സന്ദർഭങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള ഫുട്ബോൾ ടൂർണമെന്റുകളൊക്കെ തന്നെ. KKB ചാരിറ്റബിൾ ട്രസ്റ്റും സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി അഖില കേരള പ്രൈസ് മണി ഫുട്ബോൾ മേള ഇന്നു മുതൽ ഈ വേദിയിൽ തുടക്കം കുറിക്കുകയാണ്. സുഗന്ധഗിരി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു വേദിക്ക് നമ്മൾ സാക്ഷികളാകുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും. അതോടൊപ്പം തന്നെ KKB ചാരിറ്റബിൾ ട്രസ്റ്റും സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ് എന്നൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മുടെ സുഗന്ധഗിരി പ്രദേശത്തെ നിർധനരായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹ ധനസഹായാർത്ഥമാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് ഏറ്റവും വിജയകരമായിട്ട് പൂർത്തീകരിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള ഒരു കടമ തന്നെയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല, നമ്മൾ ഏകദേശം സമയം വൈകിയിട്ടുണ്ട്. ഈ ഒരു പരിപാടി ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ അതിന്റെ ആ ഒരു ലക്ഷ്യം, അതിന്റെ ആ ഒരു മാർഗം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും വിജയാശംസകളും ഇവിടെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കളിക്കാനെത്തുന്ന മുഴുവൻ ടീം അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ശ്രീ മുഹമ്മദ് റാഫിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെയധികം സന്തോഷം തോന്നുകയാണ് ഇവിടെ വന്നപ്പോൾ. ഞാനും സെവൻസ് കളിച്ചിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് വന്നത്. ഒരുപാട് ഗ്രൗണ്ടുകളിൽ ഞാൻ പോയി കളിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. വെച്ചാൽ ഞാൻ ഈ നോമ്പ് സമയത്ത് ഫുട്ബോൾ ടൂർണമെൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ പോകാറില്ല നോമ്പിന്. അത് ഒന്നാമത് വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു 200 കിലോമീറ്റർ ദൂരമുണ്ട്, തിരിച്ച് 200 കിലോമീറ്റർ. അപ്പോൾ എനിക്ക് 400 കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടി വരും. ഫുട്ബോളിനോടുള്ള അത്രയും ഇഷ്ടവും അതുപോലെ ഫുട്ബോളിനെ എങ്ങനെ നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് സെവൻസിന് അത് നമുക്ക് എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഈ രീതിയിലുള്ള ഒരു ഇതേപോലെയുള്ള ഒരു ക്വാർട്ടറോ അതുപോലെ ഇങ്ങനെയുള്ള ടൂർണമെൻറ്റുകളൊന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ഇവിടെ നല്ല നല്ല നാട്ടുകാരും അതുപോലെ നല്ല ഒരുപാട് പ്ലേയേഴ്സും ഇവിടുന്ന് വളർന്നു വരട്ടെ. അതുപോലെ ഇവിടുന്ന് ഒരുപാട് ISL കളിക്കാനും അതുപോലെ I ലീഗ് കളിക്കാനും അതുപോലെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുമില്ല ഒരുപാട് കുരുന്നുകൾ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ സംഘാടകർ നമ്മളെ KKB ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻ്റാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നു ഫെഡറേറ്റ് ടൂർണമെൻറ്റ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ ടൂർണമെൻറ്റിനെ ഈ വർഷം തന്നെ നല്ല രീതിയിൽ വിജയിപ്പിക്കണം. അത് നിങ്ങളെ നാട്ടുകാരാണ് കൂടുതൽ വന്നിട്ട് കളി കാണാനും സപ്പോർട്ട് ചെയ്യാനും ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ഒരുപാട് കാലങ്ങൾ ഈ ടൂർണമെൻറ്റ് കൊണ്ടുപോകാൻ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തൊന്നും എനിക്ക് ഇങ്ങനെയുള്ളൊരു ടൂർണമെൻറ്റോ അതുപോലെ ഇങ്ങനെയുള്ളൊരു വേദിയൊന്നും എനിക്ക് കിട്ടിയില്ല കളിക്കാൻ വേണ്ടിയിട്ട്.
നാളെ നിങ്ങൾ ഇവിടുന്ന് കളിച്ചു വരുന്ന ഏതെങ്കിലും നല്ലൊരു കുട്ടി ഇല്ലെങ്കിൽ ഒരുപാട് കുരുന്നുകൾ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിൽ നിന്ന് നല്ലൊരു കുട്ടീനെ വാർത്തെടുത്ത് നിങ്ങൾക്ക് ISL അതുപോലെ ഐ ലീഗോ അതുപോലെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സുഗന്ധഗിരി ഒരു ആ വില്ലേജും അതുപോലെ ഈ സ്ഥലത്തിൻ്റെയും പേരാണ് നാളെ ഇന്ത്യക്കും അതുപോലെ കേരളത്തിനും അതുപോലെ വേൾഡിലും അറിയപ്പെടാം. അപ്പോൾ നിങ്ങളെ മാതാപിതാക്കൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടായിരുന്നു ഇവിടെ. നല്ല ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ലൊരു അക്കാഡമിനെ ഫോം ചെയ്ത് ഒരുപാട് നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റിയ ഒരു കുട്ടികളെ ഒരുപാട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെ മാതാപിതാക്കൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് കാര്യങ്ങൾ കൊടുക്കുക, ഒരുപാട് പ്ലെയേഴ്സിനെ ഉണ്ടാക്കുക. ഇതാണ് ഈ ഒരു ടൂർണമെന്റ് കമ്മിറ്റിയും അതുപോലെ ഈ നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്. ഇവിടെ വന്ന് നിങ്ങളോട് കുറച്ച് വാക്ക് സംസാരിക്കുവാനും നിങ്ങളെ കാണുവാനും പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ ഒരു ടൂർണമെന്റ് നല്ല രീതിയിൽ അവസാനിക്കുമ്പോൾ എന്താ പറയണ, ഇപ്പം എല്ലാവരും ഇപ്പം നേരത്തെ പ്രസംഗിച്ചവർ പറഞ്ഞത് ഇതിന് എത്ര പൈസയാണ് ചെലവ് വരുന്നത്, എത്രയാണെന്നൊന്നും അവർക്ക് അറിയില്ല. ഫുട്ബോളിന് നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളത് നല്ല ടീമിനെ കൊണ്ടുവന്ന് നല്ല കളി കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഗാലറി ഒക്കെ ഫുള്ളാവും. അപ്പോൾ അതിന് നമ്മൾ എത്രത്തോളം നമുക്ക് അതിന് എഫേർട്ട് ഇടാൻ പറ്റൂ അത് നല്ല രീതിയിൽ ഇട്ട് ഈ ടൂർണമെന്റിനെ നല്ല വിജയത്തിലേക്ക് എത്തിക്കുകയാണ് ഈ സംഘാടകർ നോക്കേണ്ടത്. എന്തുകൊണ്ടും കൂടുതൽ സംസാരിച്ചിട്ട് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ടൂർണമെന്റ് തുടങ്ങാൻ വേണ്ടി ഇപ്പോൾ 9:45 ഒരുപാട് നേരം വൈകി. അപ്പം ഇവിടെ വന്ന് നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. ഈ ഒരു അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇനോഗ്രേഷൻ ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ടൂർണമെന്റിനെ ധന്യമാക്കി സംസാരിച്ച ബഹുമാന്യനായ മുഹമ്മദ് റാഫി അവർക്ക് ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി KKB ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബഹുമാന്യനായ സജിയേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദരമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിനം, സ്വപ്നതുല്യമായ ഒരു ദിവസമാണ് സുഗന്ധഗിരിക്കുന്നത് എന്ന് നമുക്ക് സ്മരിക്കാം, നമുക്ക് പറയാം. കാരണം ഇങ്ങനെയൊരു ടൂർണമെന്റ് ഈ സുഗന്ധഗിരിയിൽ സംഘടിപ്പിക്കുക എന്നത് വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു. കാരണം നമ്മുടെ KKB ചാരിറ്റബിൾ ട്രസ്റ്റ് 5 നിർധരരായ പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്ന ആവശ്യകതയിലേക്ക് സുഗന്ധഗിരിയിലെ ആബാലം വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മാനവ കൂട്ടായ്മ രൂപീകരിക്കുകയും ആ മാനവ കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ സുഗന്ധഗിരിയിലെ ഫുട്ബോൾ കളിച്ചു വളർന്ന കുട്ടികളെ കുറിച്ച് നമ്മുടെ സുനിയെ സംസാരിക്കുകയും നമുക്കൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം, പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊരു വാക്കു നൽകുകയും ചെയ്തതിന്റെ പേരിൽ കേവലം ഒരു ഒന്നര മാസമായി ഈ ഒരു ടൂർണമെന്റിന്റെ നടത്തിപ്പിനായി പെട്ടെന്ന് ആലോചനകൾ ഉണ്ടാകുകയും നമ്മുടെ ട്രസ്റ്റും ക്ലബുമായി സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ട് ഈ അഖില കേരള സെവൻസ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുകയും ചെയ്യുവാൻ തീരുമാനിച്ചു. അതിന്റെ മുന്നോടിയായാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ സ്വപ്നതുല്യരായ ഈ ഒരു വേദി പങ്കിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സുഗന്ധഗിരിയിലെ എല്ലാ ആവാല വൃദ്ധജനങ്ങളും അതുപോലെ തന്നെ കോളിച്ചാൽ, വൈത്തിരി, പൊഴുതന അടങ്ങുന്ന പ്രദേശങ്ങളിലെ ആളുകളും ഒക്കെ തന്നെ ഈ ഫുട്ബോൾ മേളയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ കാരണം എന്തായാലും ഒരു കലയുടെ വിജയം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഇങ്ങനെ ഒരു സ്പോർട്സ് പരമായിട്ടുള്ള ഈ വക കാര്യങ്ങളൊക്കെ വിജയം തന്നെ കാണികളാണ്.
ഒരാളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഒരാളുടെ വിജയത്തിനും മുന്നോടിയായി ഏറ്റവും കൂടുതൽ അതിന് പങ്കാളിത്തമാകുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ സപ്പോർട്ടാണ് ഇന്ന് ഈ സുഗന്ധഗിരി മിനി സ്റ്റേഡിയത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ 5 നിർധരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള ഈ ധനസേനാർത്ഥം നടത്തുന്ന ഈ പരിപാടിയിലേക്ക്, ഈ ഫുട്ബോൾ മേളയിലേക്ക് നിങ്ങൾ എല്ലാവരും നല്ല മനസ്സോടുകൂടി എന്നും എപ്പോഴും ഈ ടൂർണമെന്റ് അവസാനം വരെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ബഹുമാനിയായ അധ്യക്ഷ പൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റോസന സ്റ്റെഫി അവർക്ക് ഞാൻ എൻ്റെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിലും KKB ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും ഈ ക്ലബിന്റെ പേരിലും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ഈ ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ തെരഞ്ഞെടുക്കും, ആരെ വിളിക്കും എന്നൊരവസ്ഥയിലേക്ക് പോയപ്പോ പല ആളുകളുടെ പേരുകളും ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു. അവസാനമാണ് നമ്മുടെ ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ മലപ്പുറത്തെ നമ്മുടെ മുഹമ്മദ് റാഫിഖാന്റെ പേര് നമ്മുടെ മുമ്പിൽ എത്തുകയും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വഴി അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും യാതൊരു എതിർപ്പും പറയാതെ, അന്ന് അദ്ദേഹം ഗൾഫിലോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു, യാതൊരു എതിർപ്പും പറയാതെ ഈ പരിപാടിയിൽ പങ്കെടുത്തു കൊള്ളാമെന്ന് സമ്മതിക്കുകയും അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് നമ്മളോട് സംസാരിക്കുകയും ഈ ഫുട്ബോളിനെ അത്രയേറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ വന്ന സഹപാഠികൾക്കും ഞാൻ എൻ്റെ പേരിലും ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു. പിന്നെ ഈ ഫുട്ബോൾ മേള വിജയകരമാക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ സ്പോർട്സ് സ്നേഹികൾക്കും ഞാൻ, ഈ നല്ലവരായ നാട്ടുകാർക്കും ഞാൻ എൻ്റെ പേരിലും നമ്മുടെ ട്രസ്റ്റിന്റെ പേരിലും അതുപോലെ തന്നെ സുഗന്ധഗിരി ക്ലബിന്റെ പേരിലും ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിലും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സജീട്ടാ. അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ബഹുമാന്യനായ പ്രവീൺ സാറെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രസംഗത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. ഫുട്ബോളാണ് നമുക്ക് വലുത്. ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പരിപാടി മറ്റും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു സ്വപ്നമാണോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഇതൊരു ആഗ്രഹമായിരുന്നു, ഒരു ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ഇവിടെ നടത്തണം. ഫ്ലഡ് ലൈറ്റ് മാത്രമല്ല, ഇതൊരു ഗ്യാലറിയും കൂടിയുള്ള ഒരു ടൂർണമെന്റ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു അത്ഭുതം. എനിക്ക് തോന്നുന്നത് വയനാട് ജില്ലയിൽ തന്നെ ഈ വർഷം ആദ്യമായിട്ടൊരു ഫ്ലഡ് ലൈറ്റ് അല്ല, ഗ്യാലറിയോടുകൂടിയുള്ള ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് നടത്തുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൽ നമ്മുടെ ട്രസ്റ്റിനെയും അതുപോലെ തന്നെ ക്ലബിന്റെ ഭാരവാഹികളെയും എല്ലാവരെയും എൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതിനു മുമ്പ് ഇത് 2ാമത്തെ ഇന്റർനാഷണൽ താരമാണ് നമ്മുടെ ക്ലബ്ബ് സന്ദർശിക്കുന്നത്. മുമ്പ് ഒരു 5-8 വർഷം മുമ്പ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ, ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റായ ഷറഫലി സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലബിൽ നിന്നും സുഗന്ധഗിരിയിൽ നിന്ന് ആദ്യമായി ഡോക്ടറായ രമ്യ കൃഷ്ണൻ, അതുപോലെ തന്നെ മിഥുന് നിങ്ങൾക്കെല്ലാം അറിയാം, യൂറോപ്പിലേക്ക് പര്യടനത്തിന് പോയ മിഥുന്, 2 പേർക്കും ഒരു സ്വീകരണ ചടങ്ങിലേക്കാണ് അദ്ദേഹം വന്നത്. കോരിച്ചൊരിയുന്ന മഴയത്തും അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനിയുള്ള കുറച്ച് ദിവസം 16-ാം തീയതി വരെ നമുക്ക് ഫുട്ബോളിന്റെ ലഹരിയിലേക്ക് മാറാം എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രവീൺ സാർ. ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തത് പൊഴുതന ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡ് മെമ്പർ ബഹുമാന്യനായ സുധ അനിൽ അവരുടെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി
വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷയായിട്ടുള്ള പൊടുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റോസ്ന സ്റ്റെഫി, അതുപോലെ ഈ പരിപാടി ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ മുൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി, അതുപോലെ KKB ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനായ സജിയേട്ടൻ, ഷൈൻ സാറ്, പ്രവീണേട്ടൻ, പ്രിയപ്പെട്ടവരെ, ഒരു മഹത്തായ കർമ്മം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ടൂർണമെന്റിന് എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നന്ദി പറയുന്നതിന് വേണ്ടി ടൂർണമെന്റിന്റെ കൺവീനറായ അനിൽ പി കെ വേദിയിലേക്ക് ഹാർദരമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സുഗന്ധഗിരിയിൽ ആദ്യമായി ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്, അതായത് ഫ്ലഡ് ലൈറ്റിൽ നടത്തുന്നത് പണ്ടിവിടെ നടന്നിരുന്നു. പക്ഷെ ആ സമയത്ത് അതിഭയാനകമായ മഴ മൂലം കളി പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നമുക്കൊരു സെവൻസ് ഫുട്ബോൾ ഫ്ലഡ് ലൈറ്റിൽ നടത്താൻ സാധിച്ചത് ഇന്നാണ്. ഇതിന് സുഗന്ധഗിരി ക്ലബിനോടൊപ്പം സഹകരിച്ച് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായ സഹകരണം ചെയ്തു തന്ന സജിയേട്ടനെ ഞാൻ ആദ്യമായി ഈ ക്ലബിന്റെ പേരിലും ഞങ്ങളുടെ ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഈ ടൂർണമെന്റിന് ക്ഷണം സ്വീകരിച്ചെത്തി നമ്മുടെ എല്ലാവരെയും അഭിവാദ്യം അർപ്പിച്ച ശ്രീ മുഹമ്മദ് റാഫി അവർക്കും ഞാൻ ക്ലബിന്റെ പേരിലും KKB ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നീട് പൊഴുതല ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായ ശ്രീ കുമാരി അനസ് റോസ്ന സ്റ്റെഫിക്ക്, അധ്യക്ഷ സ്ഥാനം വഹിച്ച അനസ് റോസ്ന സ്റ്റെഫിക്ക് ഞാൻ ഞങ്ങളുടെ ക്ലബിന്റെ പേരിലും KKB ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ എന്റെ വൈഫും ഒന്നാം വാർഡ് മെമ്പറുമായ സുധയ്ക്ക് ഈ വേദിയിൽ അതിനായി നന്ദി രേഖപ്പെടുത്തി കൊള്ളുന്നു. അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും സമയം കടന്നു പോവുകയാണ്. എല്ലാ കാണികൾക്കും എല്ലാവർക്കും ഞാൻ എന്റെ പേരിലും ക്ലബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും KKB ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓൾ കേരള പ്രൈസ് മണി സെവൻസ് ഫുട്ബോൾ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. കളിക്കാരെ പരിചയപ്പെടുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുഹമ്മദ് റാഫി അവർക്ക് കളിക്കാരെ പരിചയപ്പെടുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുഹമ്മദ് റാഫി അവർ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളതായ അദ്ദേഹത്തെ ആനയിക്കുന്നത് ബഹുമാനപ്പെട്ട ട്രസ്റ്റിന്റെ ചെയർമാനും സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ്, സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്തിന്റെ വികസന നായികയുമായ അനസ്റോസ്ന സ്റ്റെഫി അവർ, പുഴുതന ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ബഹുമാന്യനായ സുധ അനിൽ അവർ, ആദിൽ എഫ് സി താരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നു. ഷമീർ, ജോഷ, ബെൽ, ബെനിറ്റോ, അജ്മദ്, ജെറി, ഷഫീർ, ചിപ്പി ഗോൾ കീപ്പർ. വയനാട് വാസിയുടെ താരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നു. ജേഴ്സി നമ്പർ 21 വിഷ്ണു, ജേഴ്സി നമ്പർ 06 അഖിൽ ഋഷി, ജേഴ്സി നമ്പർ 2 വിപുൽ, ജേഴ്സി നമ്പർ 11 അമൽ, ജേഴ്സി നമ്പർ 80 ഫൈസൽ, ജേഴ്സി നമ്പർ 7 വിശാഖ്, ജേഴ്സി നമ്പർ 70 ആദർശ്, ജേഴ്സി നമ്പർ 3 ശ്രീഹരി. ദേശീയവാന പ്രിയമുള്ളവരെ, സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും KKB ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില കേരള പ്രൈസ് മണി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശോജ്വലമായ ഉദ്ഘാടന മത്സരത്തിൽ വയനാട് ബ്ലാസ്റ്റേഴ്സ് ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ മറുഭാഗത്ത് ആദിൽ എഫ് സി കാലിക്കറ്റുമായി കൊമ്പ് കോർക്കുന്നു. ഈ ടൂർണമെന്റിന് പരിചയപ്പെട്ട ഈ ടൂർണമെന്റ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ നമ്മുടെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം താരം ബഹുമാന്യനായ മുഹമ്മദ് റാഫി അവർക്ക് സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ടൂർണമെന്റ് കമ്മിറ്റി അംഗങ്ങളുടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ കളി നിയന്ത്രിക്കുന്നത് കുഞ്ഞാവ
അച്ചൂർ ഷറഫലി, അച്ചൂർ അഷറഫ് പുഴുകന. ഇരു ടീമുകൾക്കും ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തത് നമ്മുടെ പോസ്റ്റിൽ കിക്ക് ചെയ്ത് ഗോളാക്കി കളിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയിട്ടും ബഹുമാനായ നമ്മുടെ റാഫിഖാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മഹാമാരിയുടെ കെട്ടകാലത്തിനെ മറികടന്നുകൊണ്ട് കാൽപന്ത് പ്രേമികൾക്ക് ആവേശം പകരാൻ അഖില കേരള സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് സുഗന്ധഗിരിയുടെ മണ്ണിൽ അരങ്ങൊരുങ്ങുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് റാഫിക്ക സുഗന്ധഗിരിയുടെ മണ്ണിൽ ഗോൾ അടിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അദ്ദേഹത്തിന് സുഗന്ധഗിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സുഗന്ധഗിരി ഫുട്ബോൾ പ്രേമികളുടെയും KKB ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. മുഴുവൻ ബോൾ ബോയ്സും ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുക. ശ്രദ്ധിക്കുക, മുഴുവൻ ബോൾ ബോയ്സും. Frank.
ഓക്കെ ഓക്കെ. ഔട്ട് കാണിച്ചു കൊടുത്താ പ്ലെയറെ കൂടെ പ്ലെയറെ കൂടെ ഒന്ന് കളിക്കേ. അതുകൊണ്ടോ അവിടെ ബോർഡ് ചെക്കന്മാരോട് അവിടെ ഇറങ്ങിയിരിക്കാൻ പറയാം അന്നവരോട്. ഔട്ടിൽ വരും ഔട്ടിൽ വരും. കാണുന്നുണ്ടോ? ഞാൻ പോവാ.
ക്യാമറ അങ്ങോട്ട്
ഔട്ട്ലുണ്ട് ഇവിടെ കളിപ്പിക്കുക ഫസ്റ്റ് ബോൾ ബിഹൈൻഡ് യു കുഴപ്പമില്ല കളി പോയോക്ക് വരണം പ്ലെയർ ഉണ്ട് പോയിക്കോട്ടെ ടോപ്പ് കളിപ്പിക്കേ എൻ്റെ സാധനമാണ് നോക്കണം ഞാൻ എത്തിപ്പോയ കാര്യം ഇതിൻ്റെ ഒപ്പം അങ്ങ് എത്താനാ അതിൻ്റെ മുമ്പ് ബോളിൽ നിന്ന് ഓർക്കണം അപ്പുറത്തെ സൈഡ് ഞാൻ
ഈസി ബോളാ, നല്ല ബോളാ കണ്ണ. കൂടെ കൂടെ കണ്ണ. Behind you. ഇപ്പുറത്ത് കണ്ണ. അവരെല്ലാവരും എൻ്റെ അടുത്തേക്കാട്ട് വരുന്നത്. അപ്പം വൈകിട്ട് അടിച്ചില്ലല്ലോ, പതിനുള്ളിൽ കയറണ്ടേ? കല്യാണം എന്താണ്? ഞാൻ പ്രഗിലിനോട് വിളിച്ചിട്ട് ഇതില്ലേ ബോർഡ്, സ്കോർ ബോർഡ്, എന്താ പറഞ്ഞേ? വേണ്ട വേണ്ട, അവിടെ നോക്കാം. എന്താ പറഞ്ഞറിയോ? ആ ബോർഡില്ലേ, ആ ബോർഡിലൊന്നും കാണുന്നില്ല. എഴുതുന്ന സ്കോർ ബോർഡ് അത് കളർ മാറ്റിയാൽ മതി. ഒരു ബ്ലാക്കോ വൈറ്റ്, അതാ നമ്മളതാ സ്കോർ ടീമിൻ്റെ പേര് എഴുതി കാണിക്കുന്നില്ലേ, അത് നമ്മളോട് അവിടെ പറഞ്ഞാൽ മതി. ആ കളർ മാറ്റാൻ പറഞ്ഞാൽ മതി. അത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നായിട്ട് നാളെ വരുമ്പോൾ കേട്ടോ. അതിനെ നാളെ അവർക്ക് ബോൾ നേരത്തെ കൊടുക്കാം. അത് ബോളാണ് റീബോണ്ട് എടുത്തോ.
ബാക്കിലേ ആ സാധനം പച്ച ഇട്ടണം മോനെ. എനിക്ക് ഇത്ര നോക്കാൻ പറ്റുള്ളൂ. അവിടെ രാജ്യമാമ കിട്ടുക. അതെന്തായാലും എന്താ വെച്ചാൽ അതും പോയി. വേറെ ബോളുണ്ടോ? വേറെ ബോളുണ്ടോ? ആ ഒന്ന് കിട്ടി, ഒന്ന് കിട്ടി.
നാളെ ഒരു പണി വ്യത്യാസമുണ്ട്. ചെറിയ മാണ്ടി കൊടുക്കുക, ഇങ്ങനെ മണ്ണാണ് നട്ടു കൊടുക്കുക. അപ്പം ഈ വീഴ്ച ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കര വെറുപ്പിക്കലാവും. നാളെ ഫ്രണ്ടിൽ വ്യത്യാസം ഉണ്ടോണ്ട് ചെറിയ ഇതായിട്ട് ആ മണ്ണ് അവിടുത്തെ എത്തിക്കാതെ ഓരോ സ്ഥലത്ത് കൊണ്ടൊക്കെയാണ് അവിടെ കൊണ്ടുവച്ചോളൂ. ഒന്ന് ഇവിടെ വെച്ചോളൂ. ഇവിടെ അവിടെ കൊണ്ടുവച്ചേ. പക്ഷെ അങ്ങോട്ട് അവിടെ വെച്ച കാണോ? കാണാൻ പറ്റും വ്യത്യാസം വേണ്ടി ആ സെൻറ്ററിൽ ചെറിയ മാറി കൊടുക്കുക. ഒരു ലൈനിൽ കിട്ടി എന്നിട്ട് ആ വന്ന് അവിടെ നോക്കി കിട്ടുക. അവിടെ നയിക്കാൻ മതി. നനച്ചില്ല പ്രശ്നം ഈ മോളൊക്കെ ഭയങ്കര പറ്റാണ്, ഭയങ്കര വീഴ്ച. ആ കളിയിലാണ് വീഴ്ചയാണ്. മണ്ണിലേക്ക് കുഴപ്പമില്ല, മണ്ണിലേക്ക് ഇവിടെ കളിച്ചോളൂ. ആ ഇവിടെ അല്ലേ അവിടെ അതവിടെ പോട്ടെ. എല്ലാരും പോയി കഴിച്ചിട്ട് വർത്താൻ എല്ലാവർക്കും ഇത് ബോധം വേണം. എന്താ എന്താ സെൽഫി എടുക്കാനോ? എന്തിന്റെ സെൽഫി? കളിയുടെ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചിരിക്കുന്നു. ടൂർണമെന്റിന്റെ രണ്ടാം ദിവസമായ നാളെ ഫുട്ബോൾ മാന്ത്രികത്തിന്റെ കിരീടവേട്ടക്കാരെ പോലെ പഴുതുകളില്ലാത്ത പ്രതിരോധവും പിഴക്കാത്ത മുന്നേറ്റവും ആക്രമണത്തിന്റെ കൊടുങ്കാറ്റുമായി രണ്ട് കറുകറുത്ത കുതിരകൾ നാളെ ഈ മിനി സ്റ്റേഡിയത്തിൽ കൂട്ടുകെട്ടും. ഗാന താരം അബിലാലും റഷീദ് ഡൈനും നാളെ വയനാട് റോയൽസ് പിണങ്ങോട് സ്പോൺസർ ചെയ്യുന്ന കേരള പ്രീമിയർ ലീഗ് താരങ്ങൾ അണിനിരക്കുന്ന വയനാട് യുണൈറ്റഡ് FC ഒരു ഭാഗത്ത് മാറ്റിവെക്കുമ്പോൾ മറുഭാഗത്ത് പകയൊടുങ്ങാത്ത മനസ്സിൽ പ്രതികാരത്തിന്റെ അകലടവുകളുമായി ഇരുമ്പിമറിയുന്ന തിരമാലകൾ നീന്തിക്കയറിയ ധീരയോദ്ധാക്കളുടെ ചരിത്രഭൂമിയിൽ നിന്നും വിജയത്തിന്റെ അശ്വമേധം തുടരുവാൻ MG യൂണിവേഴ്സിറ്റി താരം സുദർശൻ, അഖിലേന്ത്യാ ഫുട്ബോളിന്റെ വിലമതിക്കാനാവാത്ത അഖിൽ ഓക്കെയും അജിത് സായിയും റെയിൻബോ FC മാനികാവിന് വേണ്ടി ജേഴ്സി അണിയുന്നു. നാളെ ഈ മിനി സ്റ്റേഡിയത്തിൽ വയനാട് റോയൽസ് പിണങ്ങോട് സ്പോൺസർ ചെയ്യുന്ന കേരള പ്രീമിയർ ലീഗ് താരങ്ങളായ വയനാട് യുണൈറ്റഡ് FC ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ മറുഭാഗത്ത് റെയിൻബോ FC മാനികാവുമായി മാറ്റിവെക്കുന്നു. ഈ ടൂർണമെന്റിലെ ആവശ്യമായ വെള്ളം സ്പോൺസർ ചെയ്തത് അപ്ന സ്റ്റോർ സുഗന്ധഗിരി. ടൂർണമെന്റിലെ ഏറ്റവും നല്ല കളിക്കാരനുള്ള ട്രോഫി സമ്മാനിക്കുന്നു അപ്ന സ്റ്റോർ സുഗന്ധഗിരി. ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഗോൾ കീപ്പർക്ക് ഒരു ട്രോഫി സമ്മാനിക്കുന്നു VCC ക്രിക്കറ്റ് ക്ലബ് വൈത്തിരി. ഈ ടൂർണമെന്റിലെ
ഫൈനലിലെ ബെസ്റ്റ് പ്ലെയറിന് ഒരു ട്രോഫി സമ്മാനിക്കുന്നു. KGS സ്റ്റോർ വൈത്തിരി. ആവേശകരമായ ടൂർണമെന്റിന്റെ രണ്ടാം സുദിനത്തിൽ നാളെ വയനാട് റോയൽസ് പിണങ്ങോട് സ്പോൺസർ ചെയ്യുന്ന കേരള പ്രീമിയർ ലീഗ് താരങ്ങളുമായി എത്തുന്ന വയനാട് യുണൈറ്റഡ് FC ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ മറുഭാഗത്ത് നിരവധി യൂണിവേഴ്സിറ്റി താരങ്ങളുമായി എത്തുന്ന റെയിൻബോ FC മാനികാവുമായി മാറ്റിവെക്കുന്നു. നല്ലൊരു മത്സരത്തിന് ദൃക്സാക്ഷികളാകാൻ ഈ പ്രദേശത്തെ മാന്യ ഫുട്ബോൾ പ്രേമികളെ ഞങ്ങൾ സഹർഷം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് സുഗതഗിരി ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയത്തിലേക്ക്. പ്രിയമുള്ളവരെ, ടൂർണമെന്റിന്റെ രണ്ടാം ദിവസമായ നാളെ ഈ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടുന്നു വയനാട് റോയൽസ് പിണങ്ങോട് സ്പോൺസർ ചെയ്യുന്ന കേരള പ്രീമിയർ ലീഗ് താരങ്ങളുമായി എത്തുന്ന വയനാട് യുണൈറ്റഡ് FC ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ മറുഭാഗത്ത് നിരവധി യൂണിവേഴ്സിറ്റി താരങ്ങളുമായി എത്തുന്ന റെയിൻബോ FC മാനികാവുമായി മാറ്റിവെക്കുന്നു. ഈ ടൂർണമെന്റിനെ ഞങ്ങളോട് സഹകരിച്ച വ്യക്തികളും സ്ഥാപനങ്ങളും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. ഈ ടൂർണമെന്റിൽ വെള്ളം സ്പോൺസർ ചെയ്തത് അപന സ്റ്റോർ സുഗന്ധഗിരി. ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഗോൾ കീപ്പർക്ക് ട്രോഫി സമ്മാനിക്കുന്നു VCC ക്രിക്കറ്റ് ക്ലബ് വൈത്തിരി. ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ല കളിക്കാരനുള്ള ട്രോഫി സമ്മാനിക്കുന്നു അപന സ്റ്റോർ സുഗന്ധഗിരി. ഈ ടൂർണമെന്റിലെ ഫൈനലിലെ ബെസ്റ്റ് പ്ലെയറിന് ഒരു ട്രോഫി സമ്മാനിക്കുന്നു KGS സ്റ്റോർ വൈത്തിരി. Take me to tattoo and baby, I'll make you stand. Oh, I can ease on your face. Feel me laugh again. Round and round we go. This time I hear you say, this is the rhythm of the night. Oh, night. Oh, yeah. The rhythm of the night. This is the rhythm of my life. This is the rhythm of my life. പുണ്യ ഔട്ട് കാണിച്ചോക്കെ. മറയണ്ട വേല. നമ്മളൊക്കെ
പക്ഷെ നല്ല കളിക്കൂട്ടോ, നല്ല പ്രായമായിട്ടുണ്ടെങ്കിലും നല്ല കളിയാണ്. പഠിപ്പിക്കരുത്, ജയിപ്പിക്കല, ബ്ലോക്ക് എടുക്കണം. അവനല്ലേ ഇപ്പൊ നല്ല കിട്ടണം കിട്ടണം. ഫ്രീ ആക്കി വിടണോ, കൂടുതൽ കൊടുക്ക്. അപ്പാണ് ഒറ്റ സിമ്പിളായിട്ട് ബോളിന് വന്നു കൊടുക്കണം ഫ്രണ്ടില്. ഉണ്ടാവും, മാറ്റിയേക്കാൻ പറ്റില്ലല്ലോ. ഐഡിയ കിട്ടില്ല. ലൈനിൽ പോ, ലൈനിൽ പോ, ലൈനിൽ പോ.
ഫോൺ കണ്ടിട്ടുണ്ടെങ്കിലേ ചിരി ഉണ്ടാവില്ല കേട്ടോ കാര്യം പറയാനേ ഫോൺ കണ്ടിട്ടുണ്ടെങ്കിലേ ചിരി ഉണ്ടാവില്ല ഫോൺ നോക്കണം കളി നോക്കണം കേട്ടോ ഫോൺ പാടി പോവുകയും ചെയ്യും ഇവനും പാടും പോകാൻ കാടിന് മാമാക്കാൻ കഴിച്ചോളൂ കാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതടച്ചേ അതേ കൊടുക്കല്ലേ ഒരു പേരുണ്ട് എവിടെ ആ ഗൂഗിളിലോട്ട് എന്തിനു പോലെ ഉണ്ടാകാടി വലിയ ഇങ്ങോട്ട് പോയി അറിയുന്നതാണ് ചിക്കോ ഇത്ര കാലമായിട്ട് ഓണം ആദ്യം നീ ഇത് കളിക്കാനാണ് ഇങ്ങോട്ട് വന്നേ അത് കളി കാണാനോ എത്ര സൂമുള്ളോട്ടാ എത്ര കിട്ടുള്ളൂ
കീപ്പറല്ല മുക്ത കീപ്പർ മുക്ത ഔട്ട് പോണ്ട് പ്ലെയർ എത്തി കൊടുക്കണം അവിടെ ലൈനില് വരണം വന്ന ലൈനിൽ തന്നെ സെക്കൻഡ് ബോൾ മിസ് കിട്ടി പോടാ കണ്ണ കോളിൽ പോ കിട്ടി അപ്പൊ കിട്ടിയത് അടിപ്പിക്കരുത് ഔട്ടിൽ വേണം സെക്കൻഡ് ബോൾ ബാക്കിൽ കിട്ടും Manto. പന്തവിടെ പന്ത് കാണുന്നില്ലേ അങ്ങനെ ഉള്ളിൽ പോ പാട്ട് പോ ആ മതി കാണുന്ന
രണ്ട് മണ്ടന്മാരാ നീ കളിച്ചോ കോർണർ അടിക്കുന്ന എങ്ങനെ വെക്കുവോ? എത്തിക്ക് വേല
വെള്ള ജേഴ്സിട്ട് ഒരാണ് ഇപ്പോൾ ഗോൾ അടിച്ചിരിക്കുന്നത്. കാലിക്കറ്റാണ് വന്നത്. കോഴിക്കോടാ ഇവിടെ വാ ലൈനില്. നല്ല ബോൾ നല്ല ബോൾ നല്ല ബോൾ. ഇവിടെ നിന്ന് കളിക്കുക. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇവിടെ നിന്ന് വിളിക്കാൻ പറ, നോക്കാൻ പറ. ആരെ കൊടുക്കുന്നത്? അവിടെ ഇരുന്നിട്ട് വെറുതെ വെച്ചത് പറയണം. കിട്ടി കിട്ടി കാണോ. ഇവിടെ ലൈനിലുണ്ട്. ഓൾറെഡി അവർ പോയെന്നറിയില്ല. കാണാ പോയോക്ക് പോയോക്ക് കാണാം. വാ 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 വാ.
കോഴിക്കോട് 2 ഇന്നത്തെ ആവേശകരമായ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ആദിൽ എഫ്.സി. കാലിക്കറ്റ് വിജയിച്ചിരിക്കുന്നു. ടൂർണമെന്റിന്റെ 2ാം ദിവസമായ നാളെ റോയൽ എഫ്.സി. പിണങ്ങോട് ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ മറുഭാഗത്ത് റെയിൻബോ എഫ്.സി. മാനികാവുമായി മാറ്റിയിരിക്കുന്നു. ആവേശകരമായ നല്ലൊരു മത്സരം നേരിൽ കാണാൻ ഈ പ്രദേശത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും നാളെ സുഗതഗിരി മിനി സ്റ്റേഡിയത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ടൂർണമെന്റിന്റെ 2ാം ദിവസമായ നാളെ ഗാനാ താരം അബുലാലും റാഷിഡൈനും നാളെ വയനാട് റോയൽസ് പിണങ്ങോട് സ്പോൺസർ ചെയ്യുന്ന കേരള പ്രീമിയർ ലീഗ് താരങ്ങളുമായി എത്തുന്ന വയനാട് യുണൈറ്റഡ് എഫ്.സി. താരങ്ങളുമായി എതിരാളികൾ നിരവധി യൂണിവേഴ്സിറ്റി താരങ്ങളുമായി എത്തുന്ന എഫ്.സി. മാനികാവുമായി മാറ്റിയിരിക്കുന്നു. നല്ലൊരു മത്സരത്തിന് ദൃക്സാക്ഷികളാകാൻ ഈ പ്രദേശത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും ഞങ്ങൾ ആർദ്രമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് സുഗന്ധഗിരി ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയത്തിലേക്ക്.